ഹലോ മക്കളേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ JK. എൻ്റെ പൊന്നുമക്കളെ, പരീക്ഷ അങ്ങ് അടുത്തെത്തി തുടങ്ങി. പല കുട്ടികളും പേടിച്ചിരിക്കണം. മക്കളെ, ഒരു പേടിയും വേണ്ട. ആരും കഷ്ടപ്പെട്ട് പഠിക്കേണ്ട, പകരം ഇഷ്ടത്തോടെ പഠിക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന ഏത് ചാപ്റ്റർ? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി, സ്ഥിതവൈദ്യുതി. ഈ സ്ഥിതവൈദ്യുതിയിൽ എപ്പോഴും നിങ്ങൾ തെറ്റിക്കുന്ന രണ്ട് ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ചില കുട്ടികളൊക്കെ വിചാരിക്കും, ഏതായിരിക്കും സാറേ ആ രണ്ട് ചോദ്യം? അതല്ലേ, അത് തന്നെ. അതെ, തീർച്ചയായിട്ടും നിങ്ങൾ അതിനകത്ത് തെറ്റിക്കുന്ന രണ്ട് കാര്യങ്ങൾ, ഒന്ന് ചാർജ് ബൈ കണ്ടക്ഷനും മറ്റേ ചാർജ് ബൈ ഇൻഡക്ഷൻ, സമ്പർക്കവും അതോടൊപ്പം തന്നെ പ്രേരണവും. സാധാരണ ഇത് നിങ്ങൾ ക്ലാസ്സിൽ ഇരിക്കുന്ന സമയത്ത് ഒപ്പമുള്ള കുട്ടി നല്ല ഉഷാറായിട്ട് പഠിക്കണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങളും ചിലപ്പോൾ നല്ലോണം പഠിക്കും. അതാണ് ഒരു സമ്പർക്കം അല്ലേ. നേരെ മറിച്ച് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ വീട്ടിൽ രക്ഷിതാക്കളൊക്കെ എന്ത് ചെയ്യും? നല്ലോ പഠിച്ചോ, നിനക്ക് നല്ലതാണ്, അല്ലെങ്കിൽ അത്രയും മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ സ്കൂൾ കിട്ടും, ഈ സ്കൂൾ കിട്ടും എന്നൊക്കെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ രക്ഷിതാക്കൾ എന്ത് ചെയ്യുന്നു? നിങ്ങളിങ്ങനെ പ്രേരണ ചെയ്യുന്നു അല്ലേ. അതാണ് പ്രേരണ വഴിയുള്ള. അങ്ങനെയാണോ? അങ്ങനെയൊന്നല്ല. പക്ഷെ ഞാൻ വെറുതെ പറഞ്ഞു എന്നുള്ളൂ മക്കളെ. അപ്പോൾ എല്ലാവരും മാക്സിമം കൂടെ തന്നെ ശ്രദ്ധിക്കുക. എല്ലാവരും തെറ്റിക്കുന്ന ഒരു പോയിന്റ് ആണ് ചാർജ് ബൈ കണ്ടക്ഷനും അതേപോലെ തന്നെ ചാർജ് ബൈ ഇൻഡക്ഷൻ, സമ്പർക്കം വഴിയുള്ള ചാർജിങ്ങും അതേപോലെ തന്നെ പ്രേരണ വഴിയുള്ള ചാർജിങ്. ഇത് ഇനി ആരും തെറ്റിക്കൂല. പരീക്ഷയ്ക്ക് ഇനിയൊരു ചോദ്യം വന്നാൽ നല്ല വരും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചോദ്യം നിങ്ങൾ കണ്ടാൽ പുഷ്പം പോലെ ഈസി ആയിട്ട് എന്ത് ചെയ്യും? നിങ്ങൾ ആൻസർ ചെയ്യും. അതിനെന്ത് ചെയ്യണം? എല്ലാവരും മാക്സിമം കൂടെ തന്നെ ശ്രദ്ധിക്കുക. ഞാൻ പറയുന്ന വാക്കുകളിലേക്കും സ്ക്രീനിലേക്കും മാത്രമായിരിക്കട്ടെ ശ്രദ്ധ. കമോൺ ഗൈസ്. അപ്പോൾ സംസാരിക്കുന്ന JK ആണ്, നിങ്ങളുടെ ഫിസിക്സ് അധ്യാപകൻ. അപ്പോൾ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ചാർജ് ബൈ കണ്ടക്ഷൻ. എൻ്റെ ഒപ്പം ഒന്ന് പറയൂ, കേൾക്കട്ടെ. നിങ്ങൾ എല്ലാവരും ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞേ. ഓക്കെ, ചാർജ് ബൈ കണ്ടക്ഷൻ. മക്കളെ, ഒരു കാരണവശാൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്, മുഴുവനായിട്ട് കാണുക. കാരണം ഒറ്റ തവണ കണ്ടാൽ മതി, പരീക്ഷയ്ക്ക് ഫുൾ മാർക്ക് സെറ്റാണ്. അപ്പോൾ നോക്കിക്കോളൂ, ചാർജ് ബൈ കണ്ടക്ഷൻ എപ്പോഴും പരീക്ഷയ്ക്ക് നമുക്ക് ഇതേപോലുള്ള ചിത്രങ്ങളാണ് വരിക. ഈ ചിത്രത്തിലേക്ക് സൂക്ഷിച്ചൊന്ന് നോക്കുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഇതൊരു മെറ്റൽ, ഒരു ലോഹം കൊണ്ടുണ്ടാക്കിയ ഒരു ഭാഗമാണെന്ന് വിചാരിക്കുക. അതിനൊരു സ്റ്റാൻഡൊക്കെ കൊടുത്തു, ഇൻസുലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡൊക്കെ കൊടുത്തു. അതായത് പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ റബ്ബറോ അതല്ലെങ്കിൽ ഉണങ്ങിയ തടി കഷ്ണോ അങ്ങനെ എന്ത് ചെയ്യും? ഇൻസുലേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? വൈദ്യുതി കടത്തിവിടാത്ത പദാർത്ഥം. അപ്പോൾ ഇതിലൂടെ എന്ത് ചെയ്യില്ല? ചാർജുകളൊന്നും ഭൂമിയിലേക്ക് എർത്ത് ചെയ്ത് പോവില്ല. അങ്ങനെയുള്ള ഒരു കഷ്ണാണിത്. ഇനി തൊട്ടടുത്ത് എന്ത് ചാർജ് ചെയ്ത ഒരു പോസിറ്റീവ് ചാർജ് ഉള്ള ഒരു ദണ്ട് അതിൽ ടച്ച് ചെയ്തു അല്ലേ. ഒരു പോസിറ്റീവിൽ ചാർജ് ഉള്ള റോഡ് എന്ത് ചെയ്തു? ഇതിൽ ടച്ച് ചെയ്തു. ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു കൺഫ്യൂഷൻ വേണ്ട. പോസിറ്റീവ് വൈബുള്ള ഒരാൾ ടച്ച് ചെയ്താൽ നമ്മൾ ഓട്ടോമാറ്റിക് പോസിറ്റീവായി മാറും അല്ലേ. നെഗറ്റീവ് വൈബുള്ള ഒരാൾ നമ്മൾ ടച്ച് ചെയ്താലോ ഫുള്ള് നെഗറ്റീവായി മാറും. അപ്പോൾ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക? പോസിറ്റീവുള്ള ഒരാൾ നിങ്ങളെ ടച്ച് ചെയ്ത് വിചാരിക്കുക. അപ്പോൾ ഇത് കംപ്ലീറ്റ് എന്തായിട്ട് മാറുന്നു മക്കൾസ്? കംപ്ലീറ്റ് എന്തായിട്ട് മാറുന്നു? അത് പോസിറ്റീവായിട്ട് മാറുന്നു. ഒരു കൺഫ്യൂഷൻ വേണ്ട. ഇതിനെയാണ് നമ്മൾ ചാർജ് ബൈ കണ്ടക്ഷൻ, സമ്പർക്കം വഴിയുള്ള ചാർജിങ് എന്ന് പറയാം. അപ്പോൾ കൺഫ്യൂഷൻ ഇല്ലല്ലോ. അപ്പോൾ നോക്കിക്കോളൂ, പരീക്ഷയ്ക്ക് എന്ത് ചെയ്യും? ഇവിടെ നിങ്ങൾക്ക് AB എന്നൊക്കെ കൊടുക്കുന്നിട്ട് അതിൻ്റെ ചാർജൊക്കെ എഴുതാൻ പറയും. അപ്പോൾ ഒരു കൺഫ്യൂഷനും വേണ്ട. അത് പോസിറ്റീവ് ആണെങ്കിൽ ഇത് കംപ്ലീറ്റ് എന്തായിട്ട് മാറുന്നു? പോസിറ്റീവ് ചാർജായിട്ട് മാറുന്നു. ഒരു കൺഫ്യൂഷൻ ഇല്ലല്ലോ. സെറ്റാണല്ലോ. സെറ്റ് മാടുതോ? കുഴപ്പങ്ങളൊന്നുമില്ലല്ലോ, ബുദ്ധിമുട്ടില്ലല്ലോ, മനപ്രയാസമില്ലല്ലോ. റെഡിയല്ലേ മക്കളെ? ഇപ്പം കാണുന്ന ഓരോ കുട്ടികൾക്കും ചാർജ് ബൈ കണ്ടക്ഷൻ, സമ്പർക്കം വഴിയുള്ള ചാർജിങ് ഇപ്പം മനസ്സിലായി. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ ആൻസർ ഒന്ന് പറഞ്ഞേ. സാറേ, ഇവിടെ നെഗറ്റീവ് ചാർജ് അല്ല ടച്ച് ചെയ്തത്. അതെ, അതുകൊണ്ട് സാറേ ഇത് കംപ്ലീറ്റ് നെഗറ്റീവ് ചാർജായി മാറുന്നു. അതെ, ശരി, അത്രേ ഉള്ളൂ. എത്ര ഈസി ആയിട്ട് നിങ്ങളെല്ലാവരും പഠിച്ച്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ഏത് ചാർജായി മാറി? നെഗറ്റീവ് ചാർജായി മാറി. ഇത് കംപ്ലീറ്റ് എന്തായിട്ട് മാറുന്നു? നെഗറ്റീവ് ചാർജായിട്ട് മാറും. അപ്പം ഇനി ആരും ചോദിക്കട്ടെ, ഈ നെഗറ്റീവ് ചാർജുകൾ പറഞ്ഞാൽ ഇലക്ട്രോണുകളല്ലേ? ഭൂമി എല്ലാ സമയത്തും ഇലക്ട്രോൺ സ്വീകരിക്കൂലേ? അപ്പോൾ ഈ നെഗറ്റീവ് ചാർജൊക്കെ ഇതിലൂടെ വന്ന് ഓരോ ഇലക്ട്രോൺ ഭൂമിയിലേക്ക് പോവോ? ഇല്ല. ഇതേതാണിത്? ഇൻസുലേറ്റർ ആണ്. അതേതാണ്? ഇൻസുലേറ്റർ, വൈദ്യുതി കടത്തിവിടാത്ത പദാർത്ഥമാണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതാണ് ചാർജ് ബൈ കണ്ടക്ഷൻ, സമ്പർക്കം വഴിയുള്ള പ്രേരണം. അപ്പോൾ ഏത് ചാർജാണോ ടച്ച് ചെയ്യുന്നത് അതേ ചാർജ് തന്നെ ലഭിക്കും അല്ലേ. പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ പോസിറ്റീവ് ചാർജ്, നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ നെഗറ്റീവ് ചാർജ്. ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിൾ അല്ലേ? അങ്ങനെയെങ്കിൽ പരീക്ഷയ്ക്ക് വരുമ്പോൾ ഇങ്ങനത്തെ ചിത്രം. സാറേ, ഇതിൻ്റെ പേരെന്താണ്? ഇത് ഇലക്ട്രോസ്കോപ്പാണ്. ഈ ഇലക്ട്രോസ്കോപ്പിൽ ഈ രണ്ട് ദളങ്ങൾ എന്തുകൊണ്ട് അത് റിപ്പൽ ചെയ്യുന്നു അതൊക്കെ നമുക്ക് മനസ്സിലാവും. നോക്കിക്കോളൂ, ഇവിടെ നെഗറ്റീവ് ചാർജാണ് ടച്ച് ചെയ്തത്. നെഗറ്റീവ് ചാർജ് ടച്ച് ചെയ്തുകൊണ്ട് ഇത് കംപ്ലീറ്റ് ഏത് ചാർജായി മാറും? നെഗറ്റീവ് ചാർജായി മാറും. അങ്ങനെ കംപ്ലീറ്റ് നെഗറ്റീവ് ചാർജായി മാറിക്കഴിഞ്ഞാൽ ഈ ഗോൾഡൻ ലീവ്സ് എന്ത് ചെയ്യുന്നു? കംപ്ലീറ്റ് നെഗറ്റീവ് ചാർജായി മാറും. സെയിം ചാർജുകൾ എപ്പോഴും എന്ത് ചെയ്യുന്നു? റിപ്പൽ ചെയ്യുന്നു, വികർഷിക്കുന്നു. അതുകൊണ്ടാണിത് വികർഷിച്ചിരിക്കുന്നത്. ഇപ്പം മനസ്സിലായോ? കണ്ടോ? അപ്പൊ എന്ത് മനസ്സിലായി? ഇതാണ് ചാർജ് ബൈ കണ്ടക്ഷൻ. നെഗറ്റീവ് ചാർജ് ഉള്ളൊരു ദണ്ട് ഈ ഇലക്ട്രോസ്കോപ്പിന്റെ ഈ നോബിൽ ടച്ച് ചെയ്തപ്പോൾ ഇത് കംപ്ലീറ്റ് നെഗറ്റീവ് ചാർജായി മാറി. ഇതിനെ ചാർജ് ബൈ കണ്ടക്ഷൻ, സമ്പർക്കം വഴിയുള്ള ചാർജിങ്. മറക്കരുത്, തെറ്റിക്കരുത്, ഒരു തരി പോലും സംശയം വരരുത്. അങ്ങനെയെങ്കിൽ ഇതെന്തായിരിക്കും? നിങ്ങളൊന്ന് ആൻസർ പറഞ്ഞേ. ഞാനിത് പറയുന്നില്ല.
യെസ്, നിങ്ങൾ പറയുന്ന ആൻസർ ശരിയാണ്. ഇതിപ്പോൾ ഈ ഓരോ വീഡിയോ കാണുന്ന ആളുകൾക്കൊക്കെ മനസ്സിനകത്ത് ഒരു ആൻസർ വരുന്നുണ്ട്. അതന്നെയാണ് നമ്മളെ ലക്ഷ്യം. അപ്പം ഇനി ഇതാരും തെറ്റിക്കാൻ പാടില്ല മക്കളെ, ഓർത്തിച്ചോളൂ. എന്താണ് പോസിറ്റീവ് ചാർജ് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് എന്തായി മാറുന്നു? പോസിറ്റീവ് ചാർജായി മാറും. അങ്ങനെ കംപ്ലീറ്റ് പോസിറ്റീവ് ചാർജായി മാറിക്കഴിഞ്ഞാലും എന്താ സംഭവിക്കുക? കംപ്ലീറ്റ് പോസിറ്റീവ് ചാർജായി മാറിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? ഇവിടെ രണ്ട് ദളങ്ങൾ, സ്വർണ്ണദളങ്ങൾ, ഗോൾഡൻ ലീവ്സ് എന്ത് ചെയ്യുന്നു? വികർഷിക്കുന്നു. സെയിം ചാർജുകൾ എപ്പോഴും എന്ത് ചെയ്യുന്നു? വികർഷിക്കുന്നു. ഇതാണ് ചാർജ് ബൈ കണ്ടക്ഷൻ. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള രണ്ട് ചിത്രങ്ങളും ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് എന്താണ്? ഇഫ് എ ബോഡി റിസീവ്, അല്ലേ, ബോഡി റിസീവ് ചെയ്യുന്നു ചാർജ് ബൈ ഇറ്റ്സ് കോണ്ടാക്ട് സമ്പർക്കം വഴി വിത്ത് അനദർ ചാർജഡ് ബോഡി, ഒരു ചാർജ് ചെയ്ത മറ്റൊരു ബോഡി ഈസ് നോൺ ആസ് ചാർജിങ് ബൈ കണ്ടക്ഷൻ. അപ്പോൾ ചാർജ് ചെയ്ത ഒരു വസ്തു അല്ലെങ്കിൽ ചാർജ് ചെയ്തൊരു വസ്തുവിൻ്റെ സമ്പർക്കം മൂലം മറ്റൊരു വസ്തുവിന് ചാർജ് ലഭിക്കുന്നതിനാണ് സമ്പർക്കം വഴിയുള്ള ചാർജിങ് എന്ന് പറയുന്നത്. അത്രേ ഉള്ളൂ. അപ്പോൾ കണ്ടല്ലേ. ഇനി ഇന്നെ ചാർജിങ് ബൈ കണ്ടക്ഷൻ, ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ? ബോത്ത് ബോഡീസ് വുഡ് ഹാവ് സെയിം ടൈപ്പ് ഓഫ് ചാർജ്. രണ്ട് വസ്തുക്കൾ എങ്ങനെയായിരിക്കും? ഒരേപോലത്തെ ചാർജ് ആയിരിക്കും. സമ്പർക്കം വഴി ചാർജ് ചെയ്താൽ രണ്ട് വസ്തുക്കളും ഒരേ ഇനം ചാർജ് തന്നെയായിരിക്കും. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോസിറ്റീവ് ടച്ച് ചെയ്താൽ ഫുള്ള് പോസിറ്റീവ്, നെഗറ്റീവ് ടച്ച് ചെയ്താൽ ഫുള്ള് നെഗറ്റീവ്. ഇതാണ് ചാർജ് ബൈ കണ്ടക്ഷൻ. അപ്പോൾ ഇനി അടുത്ത രണ്ടാമത്തെ ചോദ്യം ഏതായിരിക്കും? ചാർജ് ബൈ ഇൻഡക്ഷൻ. എൻ്റെ ഒപ്പം ഒന്ന് പറഞ്ഞേ, ചാർജ് ബൈ ഇൻഡക്ഷൻ, പ്രേരണ വഴിയുള്ള ചാർജിങ്. ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ, അമ്മമാരും അല്ലെങ്കിൽ വീട്ടിലെ ആളുകളും അല്ലെങ്കിൽ സ്കൂളിലെ ടീച്ചേഴ്സൊക്കെ എപ്പോഴും ഇങ്ങനെ നിങ്ങൾ പ്രേരണം ചെയ്യൂ അല്ലേ. അപ്പോൾ എന്ത് ചെയ്യും? നിങ്ങൾ ഉഷാറായിട്ട് പഠിക്കണം, നല്ല പഠിക്കണം, അങ്ങനെ ആവണം, ഇങ്ങനെ ആവണം എന്നൊക്കെ പറയൂ അല്ലേ. അതാണ് ചാർജ് ബൈ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രേരണ വഴിയുള്ള ചാർജിങ്. ഈ ചിത്രത്തിലേക്ക് നിങ്ങളൊന്ന് സൂക്ഷിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. എല്ലാവരും നോക്കിയോ? ഇന്നിങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല, ഇതിലേക്ക് നോക്കൂ, ചിത്രത്തിലേക്ക് നോക്കൂ. എന്താണ് ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് ഉള്ളത്? എന്താണ്? അപ്പം നേരത്തെ പറഞ്ഞ ഒരു ലോഹം കൊണ്ടുണ്ടാക്കിയ ഒരു മെറ്റൽ സ്പിയറാണ് ഇവിടെ വന്നിട്ടില്ലേ. അതിനൊരു മരത്തിൻ്റെ കഷ്ണം കൊണ്ട് എന്ത് ചെയ്തു? സ്റ്റാൻഡാക്കി വെച്ചു. അപ്പോൾ ഇവിടെ പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് എൻ്റെ ഗൈസ് ഇവിടെ അതിൻ്റെ ഓപ്പോസിറ്റ് ചാർജ് ഫോം ചെയ്തു. അങ്ങനെയെങ്കിൽ ഇവിടെ നെഗറ്റീവ് ചാർജ് ഫോം ചെയ്തപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഇവിടെ ഫോം ചെയ്തു. ഇത്രേ ഉള്ളൂ. ഇതിലാർക്കും കൺഫ്യൂഷൻ ഉണ്ടോ? ഞാൻ വേറെ ചിത്രം കാണിച്ചു തരാം. നമ്മൾ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ പോസിറ്റീവ് ചാർജ് ഉള്ള ഒരു ദണ്ടിനെ ഇതിലേക്ക് ടച്ച് ചെയ്താൽ ഇത് കംപ്ലീറ്റ് പോസിറ്റീവ് ചാർജ് ആവും. പക്ഷെ ഇവിടെ ടച്ച് ചെയ്തിട്ടില്ല. നോ ടച്ച് മീ അല്ലേ, ഇവിടെ ടച്ച് ചെയ്തിട്ടില്ല. ടച്ച് ചെയ്യാത്തതുകൊണ്ട് എന്ത് മനസ്സിലാക്കാം? ഇവിടെ ഏത് ചാർജ് ആണോ അതിൻ്റെ ഓപ്പോസിറ്റ് ചാർജ് ഇവിടെ ഫോം ചെയ്യും. ഇനി ഇവിടെ ഏത് ചാർജാണോ അതിൻ്റെ ഓപ്പോസിറ്റ് ചാർജ് ഇവിടെ ഫോം ചെയ്യും. ഇത്ര ഞങ്ങൾ ശ്രദ്ധിക്കേണ്ടുള്ളൂ. ടച്ച് ചെയ്തിട്ടില്ലെങ്കിൽ, ടച്ച് ചെയ്ത കംപ്ലീറ്റ് അതേ ചാർജ് തന്നെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ചാർജ് ഒന്ന് അടയാളപ്പെടുത്താം. ഇവിടെ ഏത് ചാർജായി മാറും? നെഗറ്റീവ് ചാർജായി മാറും. അങ്ങനെ ഇതിൻ്റെ അടുത്ത് എൻ്റെ ഏത് ചാർജായി മാറും? പോസിറ്റീവ് ചാർജായി മാറും. ഇതാണ് ചാർജ് ബൈ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. എന്താണ്? പ്രേരണം വഴിയുള്ള. ഇവിടെ ഒരു ചാർജ് ചെയ്തൊരു ദണ്ട് ഇതിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നപ്പോൾ എന്ത് ചെയ്തു? ഇവിടെ അതിൻ്റെ ഒരു പ്രേരണ വഴി ഇവിടെ ഒരു ഓപ്പോസിറ്റ് ചാർജ് ഫോം ചെയ്തു. ഇതേ ഭാഗത്തിന് അടുത്ത് അതിൻ്റെ പ്രേരണ വഴി അതിൻ്റെ ഓപ്പോസിറ്റ് ചാർജ് ഫോം ചെയ്തു. ഇത്രയും വ്യത്യാസമുള്ളൂ. ഇത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇതെപ്പോഴും പലപ്പോഴും കുട്ടികൾ എന്ത് ചെയ്യും? ചിത്രം തെറ്റിക്കുക. അതുകൊണ്ടാണ് ഒന്നുകൂടി ഇതിൻ്റെ ആൻസർ നിങ്ങളെന്ന് പറഞ്ഞേ. എന്താ? നെഗറ്റീവ് ചാർജുള്ളൊരു ദണ്ട് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും എ എന്ന ഭാഗത്തും ബി എന്ന ഭാഗത്തും ഏതൊക്കെ ചാർജ് വരുന്നു എന്ന് പരീക്ഷയ്ക്ക് ചോദ്യം വരും. അപ്പോൾ ഒരു കൺഫ്യൂഷനും വേണ്ട. ഇവിടെയുള്ള ചാർജ് ഏതാണോ അതിൻ്റെ ഓപ്പോസിറ്റ് ചാർജ് ഇവിടെ എ എന്നുള്ള ഭാഗത്ത് ഫോം ചെയ്യും. ഇനി എ എന്ന ഭാഗത്ത് പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ബി എന്ന ഭാഗത്ത് ഏത് ചാർജ് ഫോം ചെയ്യുന്നു? നെഗറ്റീവ് ചാർജുകൾ ഫോം ചെയ്യുന്നു. ഇതാണ് ചാർജ് ബൈ ഇൻഡക്ഷൻ, പ്രേരണ വഴിയുള്ള ചാർജിങ്. അപ്പോൾ തൊട്ടടുത്ത് ഏത് ചാർജാണോ കൊണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ ഓപ്പോസിറ്റ് ചാർജ് ഫോം ചെയ്യുന്നു. അത് മാത്രം ജസ്റ്റ് ഓർത്തേക്കാം. അങ്ങനെയെങ്കിൽ ഈ ചിത്രത്തിലേക്ക് നോക്കും. പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു ചിത്രവും വരിക. ഒരു ഇലക്ട്രോസ്കോപ്പാണ്. ഈ ഇലക്ട്രോസ്കോപ്പിൻ്റെ തൊട്ടടുത്ത് എന്ത് ചെയ്തു? ഒരു നെഗറ്റീവ് ചാർജുള്ള ദണ്ട് കൊണ്ടുവന്ന് വെച്ചു. ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. ഒരു നെഗറ്റീവ് ചാർജുള്ള ദണ്ട് കൊണ്ടുവന്ന് വെച്ചു. ടച്ച് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഈ ഇലക്ട്രോസ്കോപ്പിൻ്റെ ഏറ്റവും മുകൾ ഭാഗം ഏത് ചാർജായി മാറി? അതിൻ്റെ ഓപ്പോസിറ്റ് ചാർജായി മാറി. ഏത് ചാർജായി മാറി? അതിൻ്റെ ഓപ്പോസിറ്റ് ചാർജായി മാറി. കണ്ടോ? ഓപ്പോസിറ്റ് ചാർജായി മാറി. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ എൻ്റെ ഇവിടെ പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് ഇതിൻ്റെ എൻ്റെ ഏത് ചാർജ് ഫോം ചെയ്തു? നെഗറ്റീവ് ചാർജ് ഫോം ചെയ്തു. അവിടെയും സെയിം ചാർജുകളായതുകൊണ്ട് അത് റിപ്പൽ ചെയ്യുന്നു, വികർഷിക്കുന്നു. ഇത്രേ ഉള്ളൂ ഈ ഒരു ചിത്രത്തിന് പരീക്ഷയ്ക്ക് ഇങ്ങനെ എ ബി എന്നൊക്കെ കൊടുത്തിട്ട് അവിടെ ചാർജുകൾ എഴുതാൻ പറയും. ഇവിടെ റിപ്പൽ ചെയ്യാനുള്ള കാരണം എന്ത് എഴുതാൻ പറയും? അപ്പോൾ സെയിം ചാർജുകൾ എന്ത് ചെയ്യുന്നു? റിപ്പൽ ചെയ്യും അല്ലേ. ഒരേപോലത്തെ ചാർജുകൾ എപ്പോഴും എന്ത് ചെയ്യുന്നു? വികർഷിക്കുന്നു. അതാണ് ഈ ചിത്രത്തിൽ നിങ്ങൾ മനസ്സിലായിട്ടുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ ആൻസർ ഇങ്ങോട്ട് കണ്ടെത്താൻ പറ്റുമോ? ഇവിടെ ഞാൻ എന്ത് ചെയ്തു അറിയോ മക്കളെ? ഇവിടെ ഞാൻ എന്ത് ചെയ്തു? വേറൊരു ദണ്ട് കൊണ്ടെന്ന് വെച്ചു. അത് കംപ്ലീറ്റ് പോസിറ്റീവ് ചാർജാണ് വിചാരിക്കുക. ഇത് കംപ്ലീറ്റ് പോസിറ്റീവ് ചാർജാണ്. അങ്ങനെയെങ്കിൽ
എ എന്ന ഭാഗത്തും ബി എന്ന ഭാഗത്തും ഏത് ചാർജാണ് ഉണ്ടാവുക എന്ന് പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? എല്ലാവരും എന്ത് ചെയ്യുക, ഈ ഒരു ചിത്രത്തിൻ്റെ ഈ ആൻസർ എന്ത് ചെയ്യുക, താഴെ കമൻറ്റ് ബോക്സിനകത്ത് രേഖപ്പെടുത്തണം. ഒന്നുമില്ല, ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. ഇവിടെ നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ഇവിടെ അതിൻ്റെ ഓപ്പോസിറ്റ് ചാർജ് ഫോം ചെയ്യുന്നു. ഇവിടെ പോസിറ്റീവ് ആണെങ്കിൽ അതിൻ്റെ എൻഡിൽ അടുത്ത ഓപ്പോസിറ്റ് ചാർജ് ഫോം ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ ഇവിടെ ഞാനൊരു പോസിറ്റീവ് ചാർജ് കൊണ്ടുവന്ന് വയ്ക്കുന്നു. അങ്ങനെയെങ്കിൽ എ എന്ന ഭാഗത്ത് ഏത് ചാർജ് ആയിരിക്കും, ബി എന്ന ഭാഗത്ത് ഏത് ചാർജ് ആയിരിക്കും? അങ്ങനെയെങ്കിൽ ഇവിടെ ഈ രണ്ട് ലീഫ്, രണ്ട് ദളങ്ങളും എന്ത് ചെയ്യണം, വികർഷിക്കണം അല്ലേ? അപ്പോൾ ഞാൻ വികർഷിക്കുന്നു ചോദിക്കുന്നില്ല, പകരം ഇവിടെ ഏത് ചാർജ് ഫോം ചെയ്യുന്നു എന്നുള്ള എന്ത് ചെയ്യുക, നിങ്ങൾ ഉടനെ എന്ത് ചെയ്യുക, അത് കണ്ടു കഴിഞ്ഞ് ഉടനെ താഴെ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിനകത്ത് രേഖപ്പെടുത്തുക. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. അപ്പോൾ ചാർജ് ബൈ കണ്ടക്ഷനും ഇൻഡക്ഷനും, സമ്പർക്കം വഴിയുള്ളതും പ്രേരണ വഴിയുള്ളതും, ഇനി ഒരു കാരണവശാലും നിങ്ങളാരും എന്ത് ചെയ്യില്ല, തെറ്റിക്കില്ല. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്നുള്ള ചാപ്റ്ററിനകത്ത് യോ ഗൈസ് ഇത് നിർബന്ധമായിട്ട് പഠിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ വരുന്ന പരീക്ഷ നിങ്ങളെല്ലാവരും അടിപൊളിയായിട്ട് എഴുതുക, ഒരു പേടിയും ടെൻഷനൊന്നും വേണ്ട. നമ്മൾ ഓരോ ലൈവുകളും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലിയർ ആയിട്ട് കാണാം. നമ്മൾ എല്ലാ ചാപ്റ്ററുകളും എന്ത് റിവിഷൻ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് സെറ്റാക്കി തരും. അപ്പോൾ പരീക്ഷയ്ക്ക് ഉഷാറായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ് മക്കളെ. ഇതിൻ്റെ താഴെ എന്താണെന്നറിയോ, ആ ആൻസർ കമൻറ്റ് ബോക്സിനകത്ത് രേഖപ്പെടുത്തണം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യണം, അവരോടൊക്കെ പറയണം ഇതിൻ്റെ ആൻസർ കമൻറ്റ് ചെയ്യാൻ. ഓക്കെ, ബൈ ഡാ.